അസ്സലാമലൈക്കും. നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു കാര്യമുണ്ട്, മുസ്ലിംസിന് 4 കല്യാണം കഴിക്കാം, 4 ഭാര്യമാരാവാം അല്ലെ. അത് സൂറ നിസാ നമ്പർ 3 അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. മസ്ന വ തുലാസ, മസ്ന ഇസ് 2, തുലാസ 3 ആൻഡ് റുബാ 4 വരെ കല്യാണം കഴിക്കാം എന്ന് സൂറ നിസയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് എപ്പോഴും നോൺ മുസ്ലിംസും മുസ്ലിംസും എല്ലാവരും പറയും എന്തൊരു റൂളാണ് ഇത് പഠിച്ചുകൊണ്ടിരിക്കണം, 4 പേരെ കല്യാണം കഴിക്കാം. അപ്പൊ സ്ത്രീകളുടെ ബാക്കി ഭാര്യമാരുടെ അവസ്ഥ എന്തായിരിക്കും, അതിനെക്കുറിച്ച് പഠിച്ചാൽ എന്തുകൊണ്ട് ഒരു കൺസിഡറേഷൻ കൊടുത്തിട്ടില്ല എന്നൊക്കെ വളരെ നെഗറ്റീവായിട്ട് ഈ ഒരു ആയെക്കുറിച്ചിട്ട് ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ആയനെ വളരെ ഈ ആയ ഫോളോ ചെയ്തുകൊണ്ട് കുറെ മുസ്ലിംസ് 1, 2, 3 എല്ലാം കല്യാണം കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആൻഡ് ദേ ഡിക്ലെയർ ദാറ്റ് ഇറ്റ്സ് അലൗഡ് ഇൻ ഇസ്ലാം. നോ, ഇറ്റ്സ് നോട്ട് അലൗഡ് ഇൻ ഇസ്ലാം. ആ 3, 4 വരെ റുബാ മസ്ന സുലാസ റുബാ 2, 3 ആൻഡ് 4 വരെ പറഞ്ഞത് എല്ലാ മുസ്ലിംസും 2, 3 കല്യാണിക്ക് ആഗ്രഹമുള്ള മുസ്ലിംസ് ഫോളോ ചെയ്യുന്നുണ്ട്. നോൺ മുസ്ലിംസ് അത് എടുത്തെടുത്ത് പറയുന്നുണ്ട്. അതിനുശേഷം ഒരു പീസ് ഉണ്ട്, അതെല്ലാവരും ഇഗ്നോർ ചെയ്യും, ആരും ഒന്നും പറയില്ല. അതെല്ലാം എഴുതിയിട്ടുണ്ട്. പഠിച്ചൊരു കാര്യം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇൻ ഹിഫ്തും, ഇഫ് യു ഫിയർ, ഇഫ് യു ഫിയർ, എന്ത് ഫിയർ ചെയ്യണു? അല്ലാ തഅദിലു, ദാറ്റ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ്. ഇതാണ് എല്ലാ മുസ്ലിംസും, എല്ലാ നോൺ മുസ്ലിംസ് പിന്നെ ഖുറാനിനെ കുറിച്ച് അറിയില്ല എന്ന് പറയാം. മുസ്ലിംസ് ഇഗ്നോർ ചെയ്യുന്ന ഒരു കാര്യം അല്ലാ തഅദിലു എന്നുള്ളതാണ്. ഇഫ് യു കനോട്ട് ഡു ജസ്റ്റിസ് ബിറ്റ്വീൻ ഓൾ ഓഫ് ദിസ് ലേഡീസ്, then ഫവാഹിദതൻ, then marry only one. Understood? എന്ത് ക്ലിയർ ആയിട്ട് പഠിച്ചോൻ പറഞ്ഞേക്കണേ. 2, 3, 4 കല്യാണം കഴിക്കാം, പക്ഷേ നിങ്ങൾക്ക് ഈ 4 സ്ത്രീകളിലും തമ്മിൽ ജസ്റ്റിസ്, പ്രോപ്പർ ആയിട്ടുള്ള അറ്റൻഷൻ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ then go for only one. ക്ലിയർ ആയിട്ട് പറഞ്ഞു, ഒരാളെ കല്യാണം കഴിക്കാൻ പാടുള്ളൂ. സോ വാട്ട് ഈസ് ദിസ് ജസ്റ്റിസ് Allah is talking about? നമ്മള് ഇപ്പൊ 2 പേരെ കല്യാണം കഴിച്ചെന്ന് വെച്ചോ, യു ഹാവ് ടു പ്രൊവൈഡ് 2 പേർക്കും ഒരേപോലെ ഹൗസിംഗ്, ഫുഡ്, ക്ലോത്ത്സ്, ഓൾ ഫെസിലിറ്റീസ് ഈക്വൽ ആയിരിക്കണം 2 പേർക്കും. ആൻഡ് ഓൾസോ ദ ടൈം യു സ്പെൻഡ് വിത്ത് ബോത്ത് ഓഫ് ദം, ദാറ്റ് ഷുഡ് ബി ഓൾസോ പെർഫെക്റ്റ്ലി ഈക്വൽ. അണ്ടർസ്റ്റുഡ്? അത്രയും ജസ്റ്റിസ്. ഇത് മാത്രമല്ല, കറക്റ്റ് ആയിട്ട്, ഇതിപ്പോ ഞാൻ 1-2 കാര്യങ്ങൾ പറഞ്ഞതാ. ഇവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന ടൈം, ഇവർക്ക് കൊടുക്കുന്ന കാര്യങ്ങൾ എല്ലാം എക്സാക്ട്ലി ഈക്വൽ ആയിരിക്കണം. ദാറ്റ് ഇസ് എ പോയിന്റ്. ഡു യു തിങ്ക് ഇറ്റ്സ് പോസിബിൾ ഇഫ് സംബഡി മാരീസ് 3 or 4 wives? ഡു യു തിങ്ക് ദാറ്റ് ഈ 4 പേരിലും ഈക്വൽ ജസ്റ്റിസ് ചെയ്യാൻ പറ്റും ഒരു പുരുഷന് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നെവർ എവർ, നോ. അത്രയും പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ കെയർഫുൾ ആയിരിക്കണം. ഒരാളെയോ 2 ആളെയോ 3 ആളെയോ 4 ആളെയോ കല്യാണം കഴിച്ചാൽ. അണ്ടർസ്റ്റുഡ്? Justice is very important in front of Allah. And if we cannot do that, then marry only one. How is that? So I request whoever do not know Quran, വെറുതെ ഗൂഗിൾ ഇമാമിന്റെ ഉള്ളിൽ കയറിയിട്ട് അവിടുന്ന് വെറുതെ നോളജ് എടുത്തിട്ട് അതിട്ട് റോങ് ആയിട്ട് അലക്കുന്ന ആൾക്കാരോട് എനിക്ക് ഒറ്റൊരു കാര്യം പറയാനുള്ളൂ. Read Quran, understand it. Don't just read the translation. Always see how Prophet sallallahu alaihi wasallam ഓരോ ആയാസ് അവിടെ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന മദീന സിറ്റിയിൽ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്തു എന്നുള്ളതും, പ്രൊഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ലൈഫില് പ്രൊഫറ്റ് സല്ലല്ലാഹു വൈഫ്സ് ഉണ്ടായിരുന്നു, more than one, and how he treated each and every one of them. Follow his sunnah. Don't just talk and don't just pick up pieces from the Quran and implement and say that is Islam. No, Islam is not like that. Islam is amazing. Islam is a beautiful way of life. Exactly, each and everything what Allah tell us is for our own good. Avadhu piece aayittu kolakale, please, I request. I feel very, very sad when people do this. ഇത് മാത്രമല്ല, ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ്. അൺലിമിറ്റഡ് എക്സാമ്പിൾസ് ആർ ദെയർ ഇൻ ദ ഖുർആൻ.
So I request, go study Quran properly and then talk. Please.